നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കാക്കര നഗരസഭ വൻ ദുരന്തത്തെ മാടി വിളിക്കുകയാണോ എന്ന് സംശയം. തൃക്കാക്കര നഗരസഭയോട് തൊട്ടു ചേർന്ന വലിയ പ്ലാസ്റ്റിക് കൂമ്പാരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്ലാസ്റ്റിക് കൂമ്പാരം എന്ന് പറഞ്ഞാൽ പോരാ, വൻ മലനിരകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 12 അടിക്ക് മുകളിൽ ഉയരത്തിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ആ കോമ്പൗണ്ടിലേക്ക് ഹരിതകർമ്മസേനയ്ക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് മാലിന്യം കിടക്കുന്നത്. ഏതായാലും ഇത് ജില്ലാ കളക്ടറുടെ തൊട്ടടുത്ത്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ തൊട്ടു ചേർന്ന് തന്നെ, അതിലും അപ്പുറം തൊട്ടു ചേർന്നാണ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. നിരവധി രോഗികളാണ് ഇവിടെ ചികിത്സയുമായി കഴിയുന്നത്. ഇത് കത്തിയാലുണ്ടാകുന്ന ദുരന്തം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡ് തൊട്ടു ചേർന്നാണ് നിരവധി ടാങ്കർ ലോറികൾ, ഗ്യാസ്, പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റിപ്പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് തൊട്ടു ചേർന്ന്. അവിടെ ട്രാഫിക് കുരുക്കുമായി ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നു. അവിടെ ടാങ്കർ ലോറികൾ ഉൾപ്പെടെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ ഒരു സമയത്തൊക്കെ തീ പിടിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം നമ്മൾ ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. നമ്മൾ കണ്ടതാണ് ബ്രഹ്മപുരത്തെ തീപിടുത്തം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വാഴക്കാലയിലുണ്ടായ തീപിടുത്തം. അത് എത്രത്തോളം ഗുരുതരാവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾക്കറിയാം. ഏതായാലും ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള അധികാരികൾ കണ്ണു തുറക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും എന്താണ് ഇവിടുത്തെ അപകട സാഹചര്യം, ഈ അപകട അവസ്ഥ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വളരെ സുരക്ഷയോടെ പരിപാലിക്കേണ്ട ഒരു റോഡാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ആ റോഡ് സൈഡിലാണ് ഈ പ്ലാസ്റ്റിക് മലകൾ രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾക്ക് കാണാം, പ്ലാസ്റ്റിക് മലകൾ അല്ലെങ്കിൽ മലനിരകൾ എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. തൊട്ട് ചേർന്നുള്ള ഷെഡ് കാണാം. അത് പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന ഒരു ഷെഡാണ്. അതെല്ലാം കവർ ചെയ്ത് അതിന് മുകളിലാണ് ഈ മാലിന്യങ്ങൾ. നമ്മൾക്ക് കാണാം സീപോർട്ട് എയർപോർട്ട് റോഡ്. ആ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഗേറ്റ്. ഈ ഗേറ്റിനകത്തേക്ക് ഹരിതകർമ്മസേനയ്ക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ മലകളുടെ മുകളിലൂടെ KSEB ലൈൻ പോകുന്നത് കണ്ടോ? അത് LT ലൈൻ അല്ല, HT ലൈനാണ്. ഇതിനകത്ത് കാക്കകൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ കാക്കകൾ വന്നിരിക്കുമ്പോൾ ഈ കമ്പികൾ തമ്മിൽ കൂട്ടി അടിക്കുന്നത് പതിവാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം കാക്ക വന്നിരിക്കുമ്പോൾ ഈ കമ്പികൾ ആടുന്നത്. ഇത് കൂട്ടിയടിച്ച് തീപ്പൊരികൾ ഈ പ്ലാസ്റ്റിക് കൂമ്പാരത്തിൻ്റെ മുകളിലേക്ക് വീഴാറുണ്ട്. പക്ഷെ തീ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി ഈ പറഞ്ഞ നഗരസഭ കാത്തിരിക്കുകയാണോ എന്നാണ് നന്മ 24 ചോദിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നന്മ 24 പുറത്തുവിടുന്നത്. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൻ്റെ തൊട്ടടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് എറണാകുളം ജില്ലാ കളക്ടർ. ഇവിടെ ഒരു തീയുണ്ടായാൽ, ഈ ഒരു പ്ലാസ്റ്റിക് കത്തിയാൽ ഉണ്ടാകുന്ന ദുരന്തം, നമ്മുടെ പരിസ്ഥിതിക്ക്, മനുഷ്യർക്ക് ഉണ്ടാകുന്ന ദുരന്തം അറിയാൻ പാടില്ലാത്ത ആളല്ല ജില്ലാ കളക്ടർ. അടിയന്തരമായും ഇത് ഇടപെട്ട് ഈ ഒരു അപകട സാധ്യത ഈ സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ അതിസുരക്ഷിതമായി നോക്കേണ്ട നിരവധി എണ്ണ ഉൽപ്പന്നങ്ങൾ കയറ്റിപ്പോകുന്ന ഈ റോഡ്, അവിടെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നത് പതിവാണ്. നമ്മൾക്കറിയാം, ഈ തീപ്പൊരി വീണാൽ ഈ KSEB ലൈനുകൾ കൂട്ടിയടിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് തീപ്പൊരികൾ ഇതിൻ്റെ മുകളിൽ വീണാൽ തീ ഉണ്ടാകും, ഇതിന് തീ പിടിക്കും എന്നൊക്കെ അറിയാവുന്ന ആളുകളാണ്. എന്നിട്ടും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇത് ഹരിതകർമ്മസേനാ പ്രവർത്തകർ വീടുകളിലും കടകളിൽ നിന്നും എല്ലാം ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ വലിച്ചെറിയുന്നതാണ് കാണുന്നത്. കാരണം ഇവർക്ക് ഈ ഗേറ്റിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് മാലിന്യം കൂടിയിട്ടുള്ളത്. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ നമുക്ക് കാണാം നിരവധി വാഹനങ്ങൾ. അത്രയും തിരക്കേറിയ ഒരു റോഡിൻ്റെ സൈഡിലാണ് ഈ പ്ലാസ്റ്റിക് മലകൾ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കാണാം ഭാരത് ഗ്യാസ് കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ കാണാം. തൊട്ടു ചേർന്ന് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാണാം. അപ്പോൾ ഇവിടെ ഒരു തീ ഉണ്ടായാൽ ഇവിടെ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നു എന്ന് നമ്മൾക്കെല്ലാവർക്കും നേരിട്ട് അതിൻ്റെ നേർക്കാഴ്ച തന്നെയാണല്ലോ നന്മ 24 പുറത്തുവിടുന്നത്. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളില്ലാതിരിക്കാൻ, ബ്രഹ്മപുരം പോലെ ദുരന്തങ്ങളില്ലാതിരിക്കാൻ, തൊട്ടു ചേർന്ന് വാഴക്കാലയിലുണ്ടായ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനെങ്കിലും കളക്ടറുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതിന് അനിവാര്യം. മറ്റൊന്ന്, ഇതിനോട് തൊട്ടു ചേർന്നാണ് കാക്കനാട് ബസ് സ്റ്റാൻഡ്. നിരവധി ബസ്സുകൾ വന്ന് ആ സ്റ്റാൻഡിൽ കിടക്കുന്നത് നമ്മൾക്ക് കാണാം.
അപ്പോൾ ഇതിനോട് ചേർന്നൊരു തീപിടുത്തം ഉണ്ടായാലുണ്ടാകുന്ന അവസ്ഥ നമ്മൾക്കിപ്പോൾ തന്നെ കാണാം. എറണാകുളം ജില്ലാ കളക്ടറേറ്റ്, അതിന് തൊട്ട് ചേർന്ന് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, അതിനോട് തൊട്ട് ചേർന്നാണ്. അതുകൂടാതെ ഈ കാണുന്നത് തൃക്കാക്കര നഗരസഭാ കാര്യാലയം. അതിനോട് ചേർന്നൊക്കെയാണ് ഇത്രത്തോളം ഹൈറ്റിൽ 12 അടിക്ക് മുകളിൽ ഉയരത്തിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടക്കുന്നത് എന്നോർക്കുക. ഈ പ്ലാസ്റ്റിക്കിന് തീപിടിച്ചാലുണ്ടാകുന്ന അതിന് ഭയാനകമായിട്ടുള്ള പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം, മനുഷ്യർക്കുണ്ടാകുന്ന ദുരന്തം, ഇതെല്ലാം പല പ്രാവശ്യമായി ഈ എറണാകുളം അല്ലെങ്കിൽ കൊച്ചിക്കാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ആ ഒരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ജില്ലാ കളക്ടറായ നമ്മളുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറുടെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.